ഒരു കാര്യം ലാലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ അവിടെ പരിപാടികൾ അവതരിപ്പിക്കാനൊക്കെ പോകുമ്പോഴും ആളുകൾ ഇങ്ങനെ വളരെ കൃത്യമായി ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, കൃത്യമായി പാറ്റേൺ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് എന്ന ശ്രീ സേനാപതി വേണുവിൻ്റെ പാർട്ടിയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോട് അവിടെ സ്ത്രീകളടക്കം ചോദിച്ച ചോദ്യമുണ്ട്, ലോക്സഭാ അംഗം എന്ന നിലയിൽ ഈ ചേലക്കരയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് വെച്ച് ആ ചോദ്യം ചോദിക്കാതിരുന്നാൽ പോരെ? അപ്പോൾ അതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തോറ്റ ആളെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരുടെ പ്രവർത്തനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിശക്തമായി സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ മാർക്സിസ്റ്റ് വിരോധ, ഇടതുപക്ഷ വിരോധ രാഷ്ട്രീയം ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. ലാല്, നമ്മൾ ചേലക്കരയെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആ ചേലക്കരയുടെ ഒരു പൊതു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്, വിശേഷിച്ച് പ്രതിപക്ഷ നേതാവിന് ഭരണവിരുദ്ധ വികാരം എന്ന ഒരു വലിയ വാളെടുത്തു വീശാൻ തൽക്കാലം ഈ സർക്കാരിനെതിരെ കഴിയുമോ? ഏത് നിലയ്ക്കാണ് ചേലക്കര അവരുടെ ഒരു വലിയ വാദഗതിക്ക് വലിയ ആഘാതമായി മാറുന്നത്, തിരിച്ചടിയായി മാറുന്നത്? ഇപ്പൊ ഇതിനകത്ത് വരുന്നത്, അവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഉണ്ടായിരുന്ന ആള് പറഞ്ഞത് ഈ പറയുന്ന സേനാപതി വേണു പറഞ്ഞ രീതിയിലല്ല അത് പറഞ്ഞു വന്നത്, അത് അദ്ദേഹം പറഞ്ഞു വന്നത്. കാര്യം നോക്കൂ, വയനാട്ടിലേക്ക് നോക്കൂ, വയനാട്ടിൽ മൊത്തം ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് കാണരുതോ? അത് കൂട്ടത്തിൽ പറഞ്ഞത് എന്താ? ലോക്സഭയുടെ പാറ്റേണും സംസ്ഥാനത്തെ പാറ്റേണും രണ്ടും രണ്ടാണ്. ഇത് നമ്മൾ ആദ്യമായിട്ടേ പറയുന്നതാണ്, രണ്ട് പാറ്റേൺ ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രീതിയിലല്ല നിയമസഭ നടക്കുന്നത്. ആന്റി ഇൻകംബൻസി ഫാക്ടേഴ്സ് ഉണ്ടാകുമോ? ഞാൻ കഴിഞ്ഞ ചർച്ചക്കകത്ത് നമ്മുടെ അസിതയുടെ കൂടി തിരുന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ആന്റി ഇൻകംബൻസി ഫാക്ടേഴ്സ് ഉണ്ടാകും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതാണോ ലീഡിംഗ് ഫാക്ടർ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ വയനാട് നോക്കി അതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇപ്പൊ ഇവർ പറയുന്ന ലോജിക്ക് എടുക്കുക, 4 ലക്ഷത്തി ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു. നാളെ പോയി അവിടെ വി ഡി സതീശൻ മത്സരിക്കുന്നു എന്നിരിക്കട്ടെ, പ്രിയങ്ക ഗാന്ധി രാജിവെച്ചിട്ട് ഭൂരിപക്ഷം 50,000 ആവും. ഈ 3.5 ലക്ഷം വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു കേസ് എടുക്കുമ്പം ഈ പറഞ്ഞ എക്സ്ട്രീം കേസ് എടുത്ത് നിങ്ങൾക്ക് ബേസ് വോട്ടിനെ കണക്കാക്കാൻ പറ്റില്ല. ഈ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നതാണ് യഥാർത്ഥത്തിലെ കോൺഗ്രസ് വോട്ടെന്ന് അവിടെ പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി വരുമ്പം ഈ പറയുന്ന ഒരു പ്രധാനമന്ത്രിയാകാൻ വരുന്നു, അങ്ങനെ ഒരു ഓളത്തിൽ ഒരുപാട് പേര് വോട്ട് ചെയ്യുമായിരിക്കും. രാധാകൃഷ്ണന്റെ കാര്യത്തിലേക്ക് വരാം. ഇനി ചേലക്കര മാത്രമായിട്ട് ഞാൻ എടുത്ത് സംസാരിക്കാം. ചേലക്കരയില് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം 39,000-ലേക്ക് വരുന്നതിന് കാരണം എന്താണ്? സംസ്ഥാനത്ത് വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു തരംഗം ഉണ്ടാകുന്നു CPM അനുകൂലമായി. ഈ CPM അനുകൂലമായ തരംഗം ഉണ്ടാകുമ്പം അതിനനുസരിച്ച് ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാകുന്നു. ഇപ്പൊ സംഭവിച്ചത് എന്താണ്? ഇപ്പൊ ഈ സംസ്ഥാനത്തെ മൊത്തം മാധ്യമ പ്രവർത്തകരും പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ളവരെല്ലാം CPIM-നും പിണറായി വിജയനും എതിരെ ഈ 2 മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടും അവിടെ ഒരു പ്രശ്നവും CPIM-ന് ഉണ്ടായില്ല. ഞാൻ ഇത് തന്നെയാണ് കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞത്. ഈ പറയുന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പെരുമാറുന്നതെങ്കിൽ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴും പറയുന്നത് എന്താ? സംവദിക്കുന്നത് നമ്മൾ ജനങ്ങളുമായിട്ടാണ്, ജനങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എല്ലാ വിശ്വാസത്തോടും കൂടി പറയുന്നു, നമ്മൾ പറയുന്നത് ജനം കേൾക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർ പറയുന്നത് മാത്രമല്ല കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ചർച്ചയിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ വരുന്ന ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ചേലക്കര ടൈറ്റ് ആണ്, ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ വോട്ടെണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 1200 വോട്ട് ഭൂരിപക്ഷം വന്നപ്പോഴത്തേനെ രാഹുൽ മാങ്കൂട്ടം ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു ഇവിടുത്തെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. അതേ സ്ഥാനത്ത് 5000 എത്തിയ പ്രദീപിനെ അവർ കൈവിട്ടു. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പെട്ടെന്ന് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കാണാമല്ലോ, പോയി നോക്കിയാൽ മതി. അപ്പൊ അവർക്ക് അവരുടെ കയ്യിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു, തിരിച്ചു വരാനുള്ള സാധ്യത. എന്നുവെച്ചാൽ മറ്റിടത്ത് ആർക്കും തിരിച്ചു വരാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ മാധ്യമപ്രവർത്തകരാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു നറേറ്റീവിനെ ഇടതുപക്ഷത്തിനെതിരെ, പിണറായി വിജയനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ഒരു CPIM-നെതിരെ ഉണ്ടായിരുന്ന ഒരു വലിയ വികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ പറയുന്ന എൻറ്റയർ മെഷീനറി നമുക്കെതിരെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. എന്നിട്ടും കോൺഗ്രസ് തോറ്റു. നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. KC വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? KC വേണുഗോപാൽ പറഞ്ഞത് പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നത്
ചേലക്കരയാണെന്നാണ് അല്ലേ? സതീശൻ പാലക്കാടല്ല പോയത്, യഥാർത്ഥത്തിൽ കിടക്കുകയായിരുന്നു ചേലക്കര. ചേലക്കരയാണ് ഏറ്റവും എണ്ണയിട്ട് യന്ത്രം പോലെ കോൺഗ്രസിന്റെ മെഷീനറി വർക്ക് ചെയ്തത്. എന്നിട്ട് തോറ്റു. അത് തന്നെയാണ് കാര്യം. നിങ്ങൾ പറയുന്നത് ജനം വിശ്വസിച്ചിട്ടില്ല, ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാതെ ഇരുന്നിട്ടുമില്ല. ഇതാണ് സത്യം. ഇത് അംഗീകരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇവർക്ക് പറയേണ്ടത് എന്താണ്? ചേലക്കര യഥാർത്ഥത്തിൽ ഇത്ര 10-25,000 വോട്ട് കുറഞ്ഞു, അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഇനിയും വരാൻ പോകുന്ന ബാക്കി 139 മണ്ഡലങ്ങളും ഇതേ വികാരം നിലനിൽക്കുന്നു. അതുകൊണ്ട് CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അല്ലെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരിത് നേരിടാൻ പോകുന്നു. നിങ്ങൾ പറഞ്ഞോന്നേ, നിങ്ങൾ പറഞ്ഞു. ഇത് നമ്മൾ കുറെ കേട്ടതല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇതേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഡിബേറ്റ് ചെയ്ത് പോയിട്ട് നമ്മൾ കണ്ടതാണല്ലോ. നിങ്ങൾ നല്ല കോൺഗ്രസ്സുകാരോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ പറയും ചേലക്കര ജയിക്കാതെ ഒരു രക്ഷയുമില്ല. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ലാൽ അത്രയും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. അതായത് ഇപ്പോൾ പാലക്കാട് നമുക്കറിയാം, പാലക്കാട് പ്രചരണ രംഗത്ത് ഇടതുമുന്നണിയുടെ ഒരു വളരെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു, യാതൊരു സംശയവുമില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ സരിൻ്റെ അതിവേഗതയിൽ എല്ലാ സ്ഥലങ്ങളിലും ആവർത്തിച്ചെത്തും വിധത്തിലൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചതാണ്. പക്ഷേ വിഷയങ്ങളും പലവിധ വിഷയങ്ങൾ വരുന്നു, അത് വലിയ പ്രാധാന്യത്തോടും. ഇത് പാലക്കാട്, ഞാനിത് പറയാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ചർച്ചയിലേക്ക് പോകാൻ വേണ്ടിയല്ല, ഇതേ സാഹചര്യം ചേലക്കരയിൽ ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നു UDF ആയിരുന്നു. എന്ന് വെച്ചാൽ അവർ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒന്നാമത്തെ വിഷയമായി ഭരണവിരുദ്ധ പ്രശ്നം അവതരിപ്പിച്ചു. 2, അവസാന ദിവസങ്ങളിൽ മാത്യു കുഴൽനാടനെ ഇറക്കി പ്രയോഗിച്ചൊരു ട്രിക്ക്. 2, വർഗീയ പ്രചാരണം എന്ന് പറയുന്ന ഗുരുതരമായ സാഹചര്യം. അങ്ങനെ കെ രാധാകൃഷ്ണനെ സംശയിപ്പിക്കും വിധത്തിലേക്ക് തെറ്റായ വാർത്തകൾ കൊടുക്കുക. ഒടുവിൽ സ്ഥാനാർത്ഥിയും CPIM LDF കെ രാധാകൃഷ്ണനും എല്ലാം ഒന്നിച്ചു നിന്ന് അതിനോട് പ്രതികരിക്കുന്ന സാഹചര്യം നമ്മൾ. അപ്പം പല രൂപത്തിൽ ചേലക്കരയിൽ പ്രചാരണ രംഗത്ത് LDFനെതിരെ അല്ലെങ്കിൽ LDF നയിക്കുന്ന സർക്കാരിനെതിരെ പ്രചാരണത്തെ വളരെ സംഘടിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ UDF ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാത്തരം പ്രചാരണങ്ങളും ജനങ്ങളെ ഏശാവുന്നതാണ്. സ്വാഭാവികമായും വേണമെങ്കിൽ അത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ മറുവാദം ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തോൽവി ഉണ്ടായാൽ ഇടതുപക്ഷത്തിന് പറയേണ്ടതായും വരുമായിരുന്നു. അപ്പോൾ ഈ പ്രചാരണം എല്ലാം നടന്ന ഒരു മണ്ഡലത്തിലാണ് എന്നതുകൂടി ചേലക്കരയുടെ കാര്യത്തിൽ കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ശ്രീ സേനാപതിയും ആ വിഷയം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ. അത്ര വലിയൊരു ഡയമെൻഷൻ ചേലക്കരയെ സംബന്ധിച്ചുണ്ട്. കാരണം 3 വർഷം പിന്നിട്ടൊരു സർക്കാരിൽ സ്വാഭാവികമായും പ്രതിപക്ഷം പറയുന്ന ഈ ഭരണവിരുദ്ധ വികാരം, അതിൻ്റെ ഒരു അളവ്, തോത് എന്ന് പറയുന്നത് ശക്തമായി അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ചേലക്കര വളരെ സിഗ്നിഫിക്കൻ്റ് ആയി തന്നെ കാണണം എന്നാണോ ലാലു പറയുന്നത്? നിശ്ചയമായും. ഞാനൊരു കാര്യം പറയാം. ഇവിടെ സഖാവ് രാധാകൃഷ്ണനെതിരെ ഉണ്ടായിരുന്ന പ്രചരണം എന്താണ്? സഖാവ് രാധാകൃഷ്ണൻ ഒതുങ്ങി നിൽക്കുന്നു, മന്ത്രിസ്ഥാനം പോയി. ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. മന്ത്രിസ്ഥാനമോ ഈ പാർട്ടി കൊടുത്തതും ഈ പാർട്ടി വളർത്തിയ മനുഷ്യനാണ്. പാർട്ടിയാണ് അദ്ദേഹം, പൂർണ്ണമായ പാർട്ടിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ച്, നിങ്ങൾ ഈ പറയുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് വെച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. സഖാവ് രാധാകൃഷ്ണനോട് ഇന്നിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയാണ് നിങ്ങൾ പാർലമെന്റ് മെമ്പർ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ആ പോക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതിക്കോളാൻ പറയും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ മനുഷ്യനെ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഈ നാട്ടിലെ രാഷ്ട്രീയം ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. പാർലമെന്റിലേക്ക് രാധാകൃഷ്ണനെ വിടുന്നതിന് കാര്യം എന്താ? എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു കാരണവശാലും ആലത്തൂർ സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം പോയതാണ്. ആ ആലത്തൂർ സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം രമ്യ ഹരിദാസിന് നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ബാധ്യത CPIM-നുണ്ട്. അതിന് ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സംശയവും കാര്യത്തിൽ. അതിനകത്ത് എന്താണ് തെറ്റ്? CPM ചേലക്കരയുടെ പുത്രനായ ആലത്തൂരിന്റെ പുത്രനായ കെ രാധാകൃഷ്ണനെ അവിടെ മത്സരിപ്പിക്കുന്നതിന് CPIM-ന് ചോയ്സ് അല്ലേ? ഇവർക്ക് അവിടെ ഒന്നും ജയിക്കാൻ സ്ഥലമില്ലാത്ത പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കൊണ്ട് വയനാട്ടിൽ നിർത്താമെങ്കിൽ ആ മണ്ഡലത്തിലുള്ള ഒരു മനുഷ്യനെ നിയമസഭയിൽ നിന്ന് പാർലമെന്റിലേക്ക് നിർത്തുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അദ്ദേഹം അവിടെ ജയിച്ചു, അദ്ദേഹം നിന്നുകൊണ്ട് ജയിച്ചു അല്ലേ? അദ്ദേഹം പാർലമെന്റിൽ ഇങ്ങനെ ഒരാൾ പോകണമെന്ന് പറയുന്നതിന് കാര്യം എന്താ? കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗ് അടക്കമുള്ള ആൾക്കാർ അവിടെ പോയിട്ട് അത്യാവശ്യം സംസാരിക്കേണ്ട വിഷയങ്ങളിൽ ബില്ല് വരുമ്പം ബിരിയാണി തിന്നാൻ വെളിയിൽ പോയി, സംസാരിക്കാതെ പോയി. എത്ര ബില്ലിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോകാതിരുന്നു? നമ്മൾ സംസാരിച്ചിട്ടുള്ളതല്ലേ, ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? അപ്പൊ പാർലമെന്റിലേക്ക് പോകുമ്പം പാർലമെന്റിൽ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ വേണം അതുകൊണ്ടാണ് ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കുന്നത്. തോറ്റുപോയി, പോട്ടെ. അങ്ങനെ നിങ്ങൾ ഒരാളെ വിലയിരുത്തണ്ട. ഇത് വെച്ച് നിങ്ങൾ ഒരാളെ ഡിസ്കാർഡ് ചെയ്യുക. എന്നിട്ട് എന്താ?
ഇവർ നടത്തിയ അടുത്ത പ്രചരണം എന്താ? ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയില്ല. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഇല്ലാതെ പോയപ്പം ആ മന്ത്രിസ്ഥാനം ഒക്യുപ്പൈ ചെയ്താരാണ്? ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, അല്ലേ? അങ്ങനല്ലേ ചെയ്തത്? അല്ലാതെ അതെ, ഇതൊക്കെ ജനം കേട്ടോണ്ടിരിക്കുകയാണ്. ചേലക്കരയിൽ ഇതൊക്കെ ഇറക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഇറക്കുമ്പോൾ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ അതിലേക്കാ പറഞ്ഞത്. ഇത് മനുഷ്യൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഇവര് പറയുന്ന പോലെ അല്ല, ഇത് മനുഷ്യൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഇവർക്ക് പറഞ്ഞ് സ്ഥാപിക്കേണ്ട ശരത്തിയേട്ടാ ഇത്രേ ഉള്ളൂ. ഇവർക്ക് പറഞ്ഞ് സ്ഥാപിക്കേണ്ട, ഇവർക്ക് എങ്ങനെയും അടുത്ത പ്രാവശ്യം ജയിച്ച് അധികാരത്തിലെത്തണം. അധികാര രാഷ്ട്രീയം മാത്രമാണ് ഇവർ ലക്ഷ്യം. ഇവർക്ക് നോക്ക്, പാലക്കാട് SDPI അതിലേക്ക് വരാം, ലാലിലേക്ക് ഞാൻ വരാം. അങ്ങനെ വരുമ്പോഴാണ് 2026 അത്ര സുഗമമല്ല എന്ന് ചേലക്കര പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും.